ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 18-ാം വാക്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും ഇവരെ ലോകത്തിലേക്ക് അയക്കുന്നു. ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ വ്യക്തമായിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയ, എന്തിനാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്? പിതാവായ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ എന്നെ പോലെ പെരുമാറാനായിട്ട് തയ്യാറാവണം. വലിയൊരു വെല്ലുവിളിയായിട്ട് ഈശോയെ പോലെ ജീവിക്കാനായിട്ടാണ് അവൻ നമ്മളെ തിരഞ്ഞെടുത്തതും ഈ ലോകത്തിലേക്ക് അയച്ചതും. ഇത് ശിഷ്യന്മാരെ ഉദ്ദേശിച്ച് മാത്രം പറയുന്ന ഒരു വചനഭാഗമല്ല, മറിച്ച് ഓരോ ക്രൈസ്തവനെയും ഉദ്ദേശിച്ച പറയുന്നത്. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ നിന്റെ ജീവിതത്തില് നീ മിശിഹായെ പോലെ പെരുമാറാനായിട്ട് തയ്യാറാവണം. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതുപോലെ നിന്റെ ജീവിത സാഹചര്യങ്ങളില് ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഈശോയ്ക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവണം. ഈശോ ചെയ്ത് കാണിച്ചത് ഇത് തന്നെയല്ലേ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് അവൻ തന്നെ പരിത്യജിക്കാനായിട്ട് തയ്യാറായി, സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി. തന്റെ അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തിയത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈശോ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളില് ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, അയൽപ്പക്കക്കാർക്ക്, ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളില് ഇവിടെയൊക്കെ ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയില് നിർവഹിക്കാനായിട്ട് സാധിക്കുക. ത്യാഗമുണ്ട് കേട്ടോ, സഹനമുണ്ട്. ഈശോയെ പോലെ ത്യാഗം ഏറ്റെടുക്കണം. എളുപ്പമുള്ള കാര്യമല്ല. സഹനം ഏറ്റെടുക്കുക പ്രയാസമാണ്. പക്ഷേ ഇത് ഏറ്റെടുത്താൽ മാത്രമേ എൻ്റെ ദൈവത്തിന് മുൻപില് അഭിമാനത്തോടുകൂടി നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കൂ. തൻ്റെ ഇടത്തോടുകൂടി പറയാൻ പറ്റണം, ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു എന്ന്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമുക്കും ഈശോയെ പോലെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് തയ്യാറാവാം. സ്വാർത്ഥത വെടിയാം, ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് നമ്മളായിരിക്കുന്ന മേഖലയിൽ ഈശോയെ പങ്കുവയ്ക്കുവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തില് ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ഈശോ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സന്തോഷത്തോടുകൂടി നിർവഹിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.